ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ ഒരു ഫിലോസഫറാണ്. അതായത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരു ഫിലോസഫിയാണ്. മറ്റാർക്കും അതിൽ നിന്ന് പ്രചോദനം കൊള്ളാം എന്നല്ലാതെ അതിനെ പരിപൂർണമായിട്ടും നേടിയെടുക്കുവാൻ കഴിയാത്തതാണ് ഫിലോസഫി എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഫിലോസഫറിനെ വളർത്തിയെടുക്കുക, കണ്ടെത്തുക, അത് വളർത്തിയെടുക്കുക, അത് മറ്റുള്ളവർക്കായി കൊടുക്കുക, അതാണ് നമ്മുടെ ജീവിത ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഉള്ളിലുള്ള ഫിലോസഫർ കിങ്ങിനെ നമ്മൾ ഉത്തേജിപ്പിക്കുമ്പോൾ, അതിനെ മനസ്സിലാക്കുമ്പോൾ, അതിന് കൂടുതൽ ജീവൻ കൊടുക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിലുള്ള നമ്മുടെ യാഥാർത്ഥ്യം എന്താണെന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടും. നമ്മൾ ആ ഒരു ഫിലോസഫറിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? വി വിൽ ഹാവ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. നമ്മുടെ ഉള്ളിലുള്ള ഫിലോസഫറിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ തന്നെ പരിപാലിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇത് ഫോളോ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമ്മളുടെ ലെവൽ അപ്ഗ്രേഡ് ആകും. നമ്മളിലുള്ള ആ ഫിലോസഫറിനെ അപ്ഗ്രേഡ് ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ അസെൻഷൻ സ്റ്റേജിലോട്ട് പോകുന്നത്. മറ്റുള്ളവർ നമുക്ക് ചാർത്തി തരുന്ന ഒരു ബഹുമാനവും ശാശ്വതമല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മളിലെ ആ ഫിലോസഫറിന് ജീവൻ വെക്കുമ്പോൾ, നമ്മളിലുള്ള ആ ഫയർ വളരുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ അടുത്ത ലെവലിലോട്ട് അപ്ഗ്രേഡ് ആവുകയാണ്. അപ്പോൾ ഫിലോസഫർ ആകുക. ആ ഫിലോസഫറിൻ്റെ ഫിലോസഫി, ആ ഫിലോസഫർ ഫോളോ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് ചുറ്റുമുള്ള ആളുകളിൽ ആ മാറ്റം ഉണ്ടാവും. നമ്മളിലുണ്ടാവുന്ന മാറ്റങ്ങൾക്കനുസരിച്ചാണ് നമുക്ക് ചുറ്റുപാടും മാറ്റമുണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഫിലോസഫിയുള്ളൊരു ഫിലോസഫർ ആകുക, അത് മറ്റുള്ളവർക്കൊരു മാതൃകയാകുക.